ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെയർ കെയർ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇപ്പോൾ ഷോർട്ട് ഹെയറിലാണുള്ളത്. എനിക്ക് ലോങ് ഹെയർ ഉണ്ടായിരുന്നു. സോ ഒരു 3 months ബാക്ക് ഞാൻ എന്ത് ചെയ്തു, മുടി ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മുടിയുടെ എൻഡിലൊക്കെ ആയിട്ട് സ്പ്ലിറ്റ് എൻഡ്സും കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് ഡാമേജ് ആയി പോകാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ വിചാരിച്ചു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പം ഷോർട്ട് ഹെയർ ആയിട്ട് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടതാ ഇത്രയായിട്ട് ഹെയർ റെഡി ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഹെയർ ആക്കിയിട്ട്. പക്ഷേ പറഞ്ഞു വന്നത്, ഇതിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ ഒരു ഹെയർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പം അത്ര നീളം എനിക്കുണ്ടായിരുന്നു മുടിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് മുടി ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്ത കുറച്ച് കാര്യം. മുടി വളരണം എന്നുള്ള രീതിയിലല്ല ഞാൻ ചെയ്തത്. എൻ്റെ ഡെയിലി റുട്ടീനിൽ ഞാൻ ഇടയ്ക്ക് ചെയ്ത കാര്യങ്ങൾ, യൂസ് ചെയ്ത പാക്സ്, യൂസ് ചെയ്ത ടോണർ പ്രൊഡക്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ട്. മേ ബി നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലോ. ഓക്കെ, അപ്പോൾ ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, ഹെയർ ഓയിലിംഗ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. നമ്മൾ പലരും സ്കിപ്പ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോഴായിട്ട് പലരും പറയുന്ന കാര്യം, അവരൊരു വീക്ക്ലി വൺസൊക്കെ മാത്രമേ ഹെയർ ഓയിൽ ചെയ്യാറുള്ളൂ എന്നാണ്. ആക്ച്വലി നിങ്ങളുടെ ഹെയർ നല്ല സ്റ്റൈലായിട്ട് കിടക്കാനാണെന്നൊക്കെയുള്ളത് അറിയാം. പക്ഷേ അതിൻ്റേതായ ഡീമെറിറ്റ്സ് ഹെയർ ഓയിലിംഗ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉണ്ടാവും. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 തല നനയ്ക്കുക. അതായത് ഒരു ഡേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്യില്ല. അങ്ങനെയാണ് തലയുടെ കുളിക്കുന്ന കാര്യം. അപ്പോൾ ആ തല കുളിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹെയർ ഓയിലിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെയർ ഓയിലിംഗ് ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഏത് ഹെയർ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യുക, കോക്കനട്ട് ഓയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നല്ലതാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന എന്താ പറയുക, ആട്ടിയ വെളിച്ചെണ്ണയൊക്കെയാണ് ഓക്കെയാണ്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ അതിൻ്റേതായ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും നമുക്ക് പണി കിട്ടത്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, അത് മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്ത് കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ കുറയ്ക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാച്ചിയ വെളിച്ചെണ്ണയാണ്. ഇവിടെ വീട്ടിൽ അമ്മയുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന കാച്ചിയ വെളിച്ചെണ്ണയാണ് ഞാൻ എന്ത് ചെയ്തത്, കാച്ചിയ എണ്ണയാണ് എന്ത് ചെയ്യുന്നത്, തലയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ആ ഒരു എണ്ണ ഏത് എണ്ണയായിക്കോട്ടെ, നിങ്ങളത് അപ്ലൈ ചെയ്യുന്നതിന് അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്ത് പെട്ടെന്ന് പോയി കുളിക്കാണ്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, കുളിക്കുന്നതിന് മുൻപേ കുറച്ച് സമയം മുൻപേ തന്നെ ഹെയർ ഓയിലിങ്ങിനുള്ള പ്ലാൻ തുടങ്ങും. മുടി എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ ചീവിയതിന് ശേഷം ഹെയർ 2 പാർട്ടീഷനായിട്ട് നമ്മൾ എടുക്കും. അപ്പോൾ ആദ്യം തന്നെ 2 പാർട്ടീഷനായിട്ട് ഹെയർ ഇതാ ഞാൻ കാണിക്കുന്ന പോലെ എടുക്കുക. ദെൻ ഹെയർ ഓയിൽ നമ്മൾ എടുത്തതിന് ശേഷം ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. ദെൻ കുറച്ച് ഫിംഗേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ആ സ്കാൽപ്പിലോട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് മൂലം നല്ല രീതിയിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതൊരു കൈൻഡ് ഓഫ് യോഗ മസാജ് കൂടിയാണ്. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ദെൻ റൂട്ട്സിലോട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഉൾഭാഗത്തും, മുടിയുടെ എല്ലാ ഉൾഭാഗത്തോട്ടും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൈഡും മറ്റേ സൈഡും ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് ഹെയർ ഓയിൽ താഴെ പോകുന്നൊക്കെ ഉണ്ട്, അത് കാര്യമാക്കണ്ട. ദെൻ നമ്മൾ 2 കൈയിലും കൂടെ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് മുടിയുടെ ഉൾഭാഗത്ത് മുഴുവനായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യമാണ് മുടിയുടെ എൻഡ്സിൽ ചെയ്യാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മുടിയുടെ അടിയിൽ നമ്മളെന്താ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാവും, അവിടെയൊക്കെ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഹെയർ ഗ്രോത്തിന് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതുപോലെയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ ഹെയർ ഓയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഒരു ഹെയർ ഗ്രോത്ത് ടോണറാണ്. ആക്ച്വലി അതിനെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുള്ളൂ. പക്ഷേ അതെനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ബോട്ടിൽ കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്ത അതേ രീതിയിൽ തന്നെ മുടി ഇട്ടതിന് ശേഷം ഇതേപോലെ ആദ്യം തന്നെ റൂട്ട്സിലോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ ഒരു പഴയ ആ ഒരു ഫിംഗർ റൂളില്ലേ, അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ഉൾഭാഗത്ത്, മുടിയുടെ മറ്റേ ഭാഗത്തും എടുത്തിട്ട് ഉൾഭാഗത്തായിട്ട് എന്ത് ചെയ്യുക, പിടിച്ചിട്ട് ആക്കുക. ഇടയ്ക്ക് ഫേസിലോട്ടൊക്കെ ആയി പോകുന്നുണ്ട്, ശ്രദ്ധിച്ച് ചെയ്യുക. അതേപോലെ ഫുൾ മുടിയുടെ ഉൾഭാഗത്തായിട്ട് എന്ത് ചെയ്യുക,
ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ കണ്ടിന്യൂസ്ലി ചെയ്ത് കൊടുക്കുക. ഈ ഹെയർ ഗ്രോത്ത് ടോണർ ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങൾക്ക് DIY ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റെസിപ്പി കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും മറന്നു പോകുന്ന സംഭവം മുടിയുടെ അടിഭാഗത്തും കൂടി എന്ത് ചെയ്യുക, ഉറ്റിച്ച് കൊടുത്തതിന് ശേഷം അതോട് ചെയ്യുക. ഭയങ്കര ബെനിഫിഷ്യലാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുമെന്നല്ല. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഹെയർ പാക്കാണ്. അത് ആക്ച്വലി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഓപ്ഷനായിട്ടുള്ളതാണ്. ഞാനത് എപ്പോഴും ചെയ്യലൊന്നുമില്ല. ഒരു 2 വീക്സൊക്കെ കൂടുമ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് അപ്പം മനസ്സിലായില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അതെന്താ പറയുക, മനസ്സിലാവും. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാം. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാനിത് കാണിക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലെങ്ത് ആയി പോകും നമ്മുടെ വീഡിയോ. അതുകൊണ്ടാണ് ഇത് കാണിക്കാതെ. നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് ആക്ച്വലി എൻ്റേതായ റെസിപ്പി ഒന്നുമല്ല, ഞാൻ ഈ ഓൺലൈനിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയൊരു സംഭവമാണ്. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എപ്പോഴൊന്നും വേണ്ട, ഒരു വീക്കിലി വൺസ് വേണ്ട ചെയ്തോ, അല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ ഒക്കെ ചെയ്താൽ മതി. ഈ ഹെയർ പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലുള്ള പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഫ്രഷ് ആക്കുന്നു. നല്ല രീതിയിൽ സ്കാൽപ്പിനെ മോയ്സ്ചറൈസ് ചെയ്യുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ റൂട്ടിനൊക്കെ ഒരു സ്ട്രെങ്ത് കൊടുക്കാനായിട്ടൊക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 4 ആയിട്ട് പറയുന്നത് ആക്ച്വലി ടിപ്പല്ല, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഫുഡ് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്സിൻ്റെയൊക്കെ കൂടെ നല്ല രീതിയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള, വൈറ്റമിൻസ് ഉള്ള, അയൺ കണ്ടൻ്റ് ഉള്ള, സിങ്ക് കണ്ടൻ്റ് ഉള്ള ഫുഡുകൾ എന്ത് ചെയ്യുക, കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അതെപ്പോഴും ബെനിഫിഷ്യലാണ്. അങ്ങനെ ഇന്ന ഫുഡ് എന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാ ടൈപ്പ് ഫുഡുകളും കഴിക്കും. നമ്മുടെ വീട്ടിലുള്ള നല്ല ഫുഡുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കഴിക്കാൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുന്നല്ല, പക്ഷേ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഭാഗം റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. ഇത് ആക്ച്വലി ഒരു അഡ്വൈസ് പോലെ ഞാൻ തന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. അതാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാകും. പെട്ടെന്നൊരു വിസിബിൾ റിസൾട്ട് ഇല്ലെങ്കിലും കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാകും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.